ശിരൂർ ദുരന്തം ഇപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഈ മാധ്യമങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ്, ഒരു ആഘോഷം പോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ അതൊരു ആഘോഷത്തിൻ്റെ പരിവേഷമാണുള്ളത്. പലരും ഇപ്പോൾ ഒരു ടൂർ പോകുന്നത് പോലെ അങ്ങോട്ട് പോകുന്നു എന്നാണ് കേൾക്കുന്നത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ 2005 പാകിസ്ഥാനിൽ, അതിലേക്ക് വരാം, അതിന് മുമ്പ് ഞാൻ പറയാം. 2005 പാകിസ്ഥാനിൽ ഭൂകമ്പത്തിൽ 2 മാസത്തിന് ശേഷമാണ് ഒരു സ്ത്രീയെ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത്. നമുക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഖനിയിൽ വീണ ഈ അടുത്താണ് നമ്മുടെ അവരെ കുറേ തൊഴിലാളികളെ രക്ഷിച്ചത് ഓർമ്മ. അതും കുറേ നാളുകളുടെ നീണ്ട കുറേ ദിവസങ്ങൾക്ക് ശേഷം തായ്വാനിൽ ഗുഹയിൽ അകപ്പെട്ടു പോയ ഒരു ഫുട്ബോളൊക്കെ കളിക്കാൻ പോയ കുട്ടികൾ അവരെ കോച്ചിനെയും രക്ഷപ്പെടുത്തിയ സംഭവമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു ഖനിയല്ല, നമ്മുടെ മറ്റൊരു തുരങ്കത്തിൽ ടണലിൽ അകപ്പെട്ടു പോയ. അതെ. ഈ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അതിന് പരിശീലനം ലഭിച്ചവരും അതിനെക്കുറിച്ച് ധാരണയുള്ളവരും ഒക്കെ ചേർന്നിട്ടാണ് അത് നടത്തിയത്. അല്ലാതെ അവിടെ സെൽഫി എടുക്കാൻ വേണ്ടി ആളുകൾ തള്ളിക്കയറി പോവുകയോ ചാനൽ ക്യാമറകൾ വെച്ചിട്ട് ലൈവ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഒരു പ്രശ്നം വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പുഴയിൽ അടിയൊഴുക്കുള്ള പുഴയിൽ അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അവരുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ഈ അകപ്പെട്ടു പോയ ആളുകളെ രക്ഷിക്കുക അല്ലെങ്കിൽ അവരെ കണ്ടെത്തുക എന്നുള്ള ദൗത്യം കൂടെ. ഈ രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഒരു വലിയ ആൾക്കൂട്ടം അവിടേക്ക് ചെന്ന് കയറുമ്പോൾ അവർ മാനസിക സമ്മർദ്ദത്തിലാവും. രക്ഷാപ്രവർത്തനം നടത്താൻ നിൽക്കുന്ന ആ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ മാനസിക സമ്മർദ്ദത്തിലാകും. അതുമാത്രമല്ല, ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ചാനലുകാരും ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ലാത്ത ആളുകളും ചെന്നിട്ട് ഇത് അവിടെയുണ്ട് ഇവിടെയുണ്ട് അതുകൊണ്ട് അവിടെ നോക്കൂ ഇവിടെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ വഴി തെറ്റിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ, ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ 13ാമത്തെ ദിവസമാണ്. നമ്മുടെ ആളുകൾ ഇവിടുന്ന് പോകുന്നു, സെൽഫി എടുക്കുന്നു, അവിടെ ചെല്ലുന്നു, ഇതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത് ഒരു ടൂറ് പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോകേണ്ട ഒരു സ്ഥലം നമ്മളവിടെ പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പലർക്കും. ഇപ്പോൾ മന്ത്രിമാരായാലും MLA-മാരായാലും അത് ഏകോപിപ്പിക്കുന്ന ആളുകൾക്ക് അത് പോകാം. അവിടെ നിന്നിട്ട് ക്യാമ്പ് ചെയ്ത് ഏകോപിപ്പിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് പോകാം. അത് ആവശ്യമാണ്. കാരണം ഏതൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് പോകാം. അല്ലാതെ വെറുതെ പോയിട്ട് ഞാനും ഇതാ അവിടെ പോയിരിക്കുന്നു എന്ന് ചാനലിൻ്റെ മുമ്പിൽ വരാനും അവർക്ക് ഫേസ്ബുക്കിൽ ഇടാനും വേണ്ടി മാത്രം പോകുന്ന ആളുകളുണ്ട്. ആളുകൾ ഒരുപാട് പേര് അങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി ഇതിനെക്കുറിച്ച് ഓരോ സ്ഥലത്തും ഇപ്പോൾ നമുക്കറിയാം. ചേട്ടൻ ഓർത്താൽ ഇപ്പോൾ ഒരു അപകടം നടക്കുന്നു. ഈ അപകടം നടക്കുമ്പോൾ, ഇതുപോലുള്ള ദുരന്തങ്ങൾ നടക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ കിണറ്റിലൊരാൾ വീണെന്ന് വിചാരിക്കുക. കിണറ്റിലൊരാൾ വീണാൽ ഒന്നിൽ വന്നു കൂടുന്ന ആളുകളിൽ ആരെങ്കിലും ഒരാൾ ഒന്നിൽ കിണറ്റിലിറങ്ങാൻ കഴിയുന്ന ആളായിരിക്കും, അയാൾ അവിടെ ഇറങ്ങും. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഇട്ടുകൊടുത്ത് കയറോ എന്തെങ്കിലും ഇട്ടുകൊടുത്ത് അയാളെ രക്ഷിക്കാൻ നോക്കും. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫയർഫോഴ്സിനെ വിളിക്കും. ഫയർഫോഴ്സ് വരാൻ അതിൻ്റെതായ സമയ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യും. പലപ്പോഴും പലയിടങ്ങളിലേക്ക് കിണറ്റിലോ ഒക്കെ വീണു പോകുന്ന ആളുകൾ ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ രക്ഷപ്പെടുത്തി എടുക്കാറുണ്ട്. അപ്പോൾ തീപിടുത്തം ഉണ്ടാകുന്നു, ചുറ്റും കൂടുന്ന ആളുകൾ വെള്ളം എടുത്തൊഴിച്ച് ഫയർഫോഴ്സ് വരും. പക്ഷേ അപ്പോഴത്തേക്ക് അണയ്ക്കാൻ പറ്റുന്ന തീയാണെങ്കിൽ അവർ അണയ്ക്കും. അപ്പോൾ പലപ്പോഴും ചെയ്യുന്ന ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഈ പരിശീലനം ലഭിച്ച ആളുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകളെത്തി അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തും. ഇവിടെ നമുക്ക് അറിയാൻ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ പരിശീലനം ലഭിച്ച ആളുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളുകൾ ചെന്നിട്ട് വഴിതെറ്റിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. അതായത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് ഒരു പാഠമാണ്. നമ്മൾ ഒരു അപകടം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം നടക്കുമ്പോൾ എന്ത് ചെയ്തുകൂടാ എന്നുള്ള പാഠമാണ് ശിരൂർ നമ്മൾ തന്നത്. എന്ത് നമ്മൾ ചെയ്തുകൂടാ. ഇതിപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം ഇപ്പോൾ അതുപോലെ തന്നെ മാധ്യമങ്ങൾ, അതൊരു ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. എന്നാലും ഈ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കൃത്യമായി ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ആണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനൽ വെച്ച് നോക്കുമ്പോൾ അറിയാം, എന്താ ക്യാബിൻ കണ്ടു, ക്യാബിന് ഇവിടെയാണ് തടി ഒഴുകിപ്പോയിരിക്കുന്നു. പിന്നെ മാറ്റി പറയുന്ന അടുത്ത ദിവസം പറയും അങ്ങനെയൊന്നുമില്ല, ക്യാബിൻ ഇതുവരെ കണ്ടില്ല, അല്ലെങ്കിൽ ലോറി കണ്ടില്ല എന്നൊക്കെ പറയും. ഇത്ര മീറ്ററാണ്. ഈ മീറ്ററിൻ്റെ അളവ് പോലും വ്യത്യാസപ്പെട്ട. ആദ്യം പറയും 60 മീറ്റർ, പിന്നെ 30 35 പിന്നെ അത് അങ്ങനെ മാറിക്കൊണ്ട് വ്യക്തതയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് ആളുകളെ വെച്ചിട്ട് അതിന് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ആളുകൾ വരുന്നു. അവർ രാവിലെയും വൈകിട്ടും ജനങ്ങളോട് പറയുകയാണ് ഇങ്ങനെയാണ് സംഭവം, ഇപ്പോൾ ഇത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ട്,
ഒന്നുകിൽ നിങ്ങൾ ഇനിയും അപകട സാധ്യതയുണ്ട്. അപ്പോൾ അവരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക. അതുപോലെ ഇപ്പം വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ഗവൺമെൻറ് സംവിധാനം വഴി വക്താക്കൾ വഴി കൊടുക്കുക, അത് അറിയിക്കുക എന്നുള്ള, അല്ലാതെ ഈ മാധ്യമങ്ങളെ ഒന്നും ഇത്തരം ദുരന്ത സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടരുത്. എന്നാൽ അവരുടെ ഒരു വിശദീകരണം, അവരുടെ ഒരു വിചാരണ, അവരുടെ ഒരു പ്രവർത്തനം, പിന്നെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവരുടെ ഒരു ഉപദേശം, അത് അവർ വന്ന് ഉപദേശിക്കുകയാണ്. അവരിങ്ങനെ മാധ്യമങ്ങളിൽ കൂടെ അങ്ങ് പറയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇവിടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്ത് ഈ പറയും പോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം, എന്ത് ചെയ്യണം, എങ്ങനെ പോകണമെന്നുള്ളത്. അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞ ശിരൂരിൽ സംഭവിച്ചത് അത് തന്നെയാണ്, നമ്മൾ കാണുന്നത് തന്നെയാണ് അല്ലേ. ശിരൂരിൽ എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ പറയുന്നുണ്ട് ഇത് പുഴയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ പലതവണ ചർച്ചയാണ്. പക്ഷെ അതിനെല്ലാം ഈ മാധ്യമങ്ങളും ഈ വേറെ ചില ആളുകളും ചെന്നിട്ടാണ് അല്ലല്ല അങ്ങനെയല്ല, അവിടെ കൊണ്ട് മണ്ണിന്റെ മൂട്ടിൽ ഇന്നടത്ത് കിടപ്പുണ്ട്, അതിനകത്ത് പിന്നെ ലോറി എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമാണ്, യാതൊരു പ്രശ്നം വരില്ല, അതിനകത്ത് അയാൾക്ക് ഇരിക്കാൻ പറ്റും, അയാൾക്ക് ശ്വസിക്കാൻ പറ്റും എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അവിടെ ഉണ്ട് എന്നങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ മണ്ണെടുക്കണം. അപ്പോൾ പിന്നെ രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഇപ്പം ശിവരിൽ സംഭവിച്ച അതേ രക്ഷാപ്രവർത്തകരുടെ, എന്നാൽ ആദ്യമേ മുതലേ ഈ ഭാഗത്ത് ഒരുപക്ഷെ നോക്കിയിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ നമ്മൾ അങ്ങനെ പറയാൻ നോക്കുള്ളൂ, നോക്കിയിരുന്നുവെങ്കിൽ എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഇത് നമ്മൾ പറയും പോലെ ജോൺ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ ദിവസവും പിന്നെ ഒഫീഷ്യലായിട്ട് ഉള്ള ഒരു വിശദീകരണമുണ്ട്. പിന്നെ നമ്മളൊരു ബ്രീഫിംഗ് എന്ന് പറയും, അത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അധികാരികളുടെ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ബ്രീഫിംഗ് ഉണ്ട്. ആ ബ്രീഫിംഗ് കേട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, അതിനപ്പുറം പോയതാണ് ഇത് വലിയ കുഴച്ചിൽ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഈ ബന്ധുക്കൾ, ഇപ്പോൾ കാത്തിരിക്കുന്ന ബന്ധുക്കളുണ്ട്, അവർക്ക് ഈ വിവരങ്ങൾ അറിയാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ് വക്താക്കൾ പറയുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് എത്തിക്കാം. ഇപ്പോൾ ഞാൻ തായ്വാനിലെ കാര്യം പറഞ്ഞു. ഈ തായ്വാനിലെ ഗുഹയിൽ അവിടെ ഒരു മന്ത്രിയും പോയില്ല. അവർ ആ റെസ്ക്യൂ ടീം, ആ സെർച്ച് ചെയ്യുന്ന ടീം അവിടെ പോയി അവരവരുടെ ജോലി ചെയ്തു. അല്ലാതെ അവിടെ മന്ത്രി ചെന്നിട്ട് അല്ലെങ്കിൽ MLA ചെന്നിട്ടോ ഒന്നുമല്ല. അതിന് പ്രൊഫഷണലായി അതിന് വൈദഗ്ധ്യമുള്ള ഒരു ടീമുണ്ട്. അപ്പം പിന്നെ നായ രക്ഷാപ്രവർത്തന വിഭാഗമാണ് അതിനെ കൊണ്ടുവരുന്നു. അതിൻ്റെ ആധുനിക ഉപകരണങ്ങളുണ്ട്. ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ അവർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ചു. അവരെ എങ്ങനെ അവർക്ക് ആശ്വാസം പകരും. ഇപ്പോൾ ചിലപ്പോൾ കുഴൽക്കിണറിലൊക്കെ വീണ് പോകുന്ന ആളുകൾ, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ ആദ്യം ചെയ്യുന്നവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുക, ഇവരെ ഒരു ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക, മനോധൈര്യം ഉണ്ടാക്കുക, ആത്മവിശ്വാസം ഉണ്ടാക്കുക, അതിനുള്ള സംവിധാനം ചെയ്യുക. കാരണം എത്ര ദിവസത്തിനകം രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടതൊക്കെ സാധ്യമായത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രൊഫഷണലി അതിന് പരിശീലനം ലഭിച്ച ആളുകളെ കൊണ്ട് മാത്രമേ അത് പറ്റത്തുള്ളൂ. നമ്മൾ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ അവർ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന പോലെ അതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന. അന്ന് അയാൾ ഈ പറഞ്ഞതുപോലെ ആ പാൻറ്റിൻ്റെ ഹുക്കോ മറ്റോ ഒരു പാറയിൽ ഉടക്കി കിടന്നുകൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്. അതല്ല ഭാഗ്യം, അയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത്. അത് ബാക്കിയൊക്കെ സമയങ്ങളിലെല്ലാം താഴോട്ട് പോയി. അപ്പോൾ അതുപോലെ ഈ പ്രൊഫഷണലി ഇങ്ങനെ മികവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ, അവരെയാണ് അവിടെ അവരെ അത് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി. ഇപ്പോൾ കുറ്റപ്പെടുത്തുന്ന പറയുമ്പോൾ നമ്മളിപ്പോൾ മന്ത്രി റിയാസ്, ഞാൻ വേറെ അതിനകത്ത് പൊളിറ്റിക്സോ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നതല്ല, മന്ത്രി റിയാസ് ഇപ്പോൾ ഈ അവസാന വാർത്തകൾ വന്നിരിക്കുന്നത്, മന്ത്രി റിയാസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നു, കർണാടക ഗവൺമെൻറ് വേണ്ടതിലല്ല എല്ലാം ചെയ്തത്, അത് ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, പറയാം ഞങ്ങൾ പറഞ്ഞതുപോലെ അല്ല ചെയ്തത്, കർണാടക ഗവൺമെൻറ് അങ്ങനെയല്ല ചെയ്തത് പറയുമ്പോൾ പരാതി പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പരാതി പറയുമ്പോൾ ഒരു മലയാളി പൗരൻ, നമുക്ക് അങ്ങനെയാണ് പറയാം, സംഭവം മലയാളി പൗരനല്ല, ഭാരത പൗരനേ ഉള്ളൂ നമുക്ക്, എങ്കിലും ഞാനൊന്ന് പറയുന്നു, ഒരു മലയാളി പൗരൻ അവിടെ ഈ മണ്ണിനടിയിൽ കിടന്നിട്ട് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഇതുണ്ടല്ലോ പിന്നെ സന്നാഹങ്ങൾ, ഈ ദുരന്ത നിവാരണ സന്നാഹങ്ങൾ എന്ത് ചെയ്തു? ഈ സന്നാഹങ്ങൾ എന്ത് അവിടെ എത്തിച്ചു? അല്ലെങ്കിൽ എത്തിക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞോ കർണാടക ഗവൺമെൻറ്റിനോട്? ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയും അവിടുത്തെ മുഖ്യമന്ത്രിമാർ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടോ, ചർച്ച ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയും ഇവിടുത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയും, കാരണം അവരാണല്ലോ ഈ ദുരന്ത കാര്യങ്ങളൊക്കെ നോക്കുന്നത് റവന്യൂ വകുപ്പിൻ്റെ ഒരു കീഴിലാണ്. നമ്മുടെ കർണാടകത്തിലും അങ്ങനെ ആയിരിക്കണം. അവിടുത്തെ മന്ത്രിയുമായിട്ട് ഇവിടുത്തെ മന്ത്രിയുമായിട്ട് അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്മുടെ എന്ന ഭാഗത്ത് നിന്ന് എന്തൊക്കെ സഹായം വേണം, ഞങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെ നിങ്ങൾക്ക് അവിടെ എത്തിക്കണം, അത് നിങ്ങൾ എടുക്കുമോ, എത്തിക്കണമെങ്കിൽ ഞങ്ങൾ എത്തിക്കാം, ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ?
ഇല്ല. അതാണ് പറയുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ കേരള ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു കുന്തവും ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഒരു MP അങ്ങോട്ട് പോയി, ഇന്നലെ എങ്ങാണ്ട് നമ്മുടെ ഒരു ശശീന്ദ്രൻ മന്ത്രി അവിടെ പോയി, അത് നടക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നതെല്ലാം കർണാടക ഗവൺമെൻറ് അല്ലേ? അല്ലെ കർണാടക പോലീസും അവിടെ നിന്ന് പിന്നെ പട്ടാളക്കാർ വരുന്നു, ന്യായി വരുന്നു, ഇതെല്ലാം കർണാടക ഗവൺമെൻറ് ആണല്ലോ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ കോർഡിനേഷൻ വർക്കിൽ, ഈ ദുരന്ത പ്രവർത്തനത്തിൽ, ഈ അർജുൻ എന്ന മലയാളിയെ കണ്ടെത്തുന്ന ആ പ്രവർത്തനത്തിൽ കേരള ഗവൺമെൻറ് എന്ത് ചെയ്തു? കുറ്റപ്പെടുത്തല. ഇപ്പം റിയാസ് കുറ്റപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇപ്പം മന്ത്രി കുറ്റപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിനുള്ള അവകാശം ഉണ്ടായിരിക്കാം. പക്ഷേ എന്ത് ചെയ്തു? നമുക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് എന്നാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും കൺട്രോൾ കൊണ്ടുള്ള ക്യാപ്റ്റൻ ഉണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ക്യാപ്റ്റൻഷിപ്പ് അവിടെ പ്രയോഗിച്ചിട്ടുണ്ടോ? അതല്ലേ നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ അവസാന നിമിഷം 13ാമത്തെ ദിവസം, അത് 10 ദിവസത്തിൽ കൂടുതലായി തെരച്ചിൽ തുടങ്ങിയിട്ട്, സംഭവം നടന്നിട്ട് 13 ദിവസം വരെ ആകുന്നുണ്ട്. അപ്പോൾ ഈ 10 ദിവസത്തിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ പങ്ക്? കേരളത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൽ ചെന്ന് കുറ്റം പറയുകയും അവിടെ ഇടിച്ചു കയറുകയും, പോലീസ് ചെന്നപ്പോൾ പോലീസിനെ ബഹളം കാണിക്കുകയും, SP ബഹളം കാണിക്കുകയും, പോലീസ് തടഞ്ഞപ്പോൾ തടയാൻ നീ ആരടാന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കേരള സ്റ്റൈലിലുള്ള അട്ടഹാസ വേലത്തരങ്ങൾ കാണിക്കുകയും ചെയ്തതല്ലാതെ എന്ത് ചെയ്തു? അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലേ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു പ്രധാന ഈ 13ാം ദിവസത്തിൽ ഈ തിരച്ചിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, പ്രഖ്യാപനം നടത്തിയിട്ടില്ല, എന്നാൽ ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒന്ന് വിലയിരുത്തേണ്ടത് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരു മലയാളി പൗരനെ രക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ അറിയാമല്ലോ, ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം മണ്ണിടിച്ചിലുണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഈ അതിനകത്ത് പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്. പിന്നീട് വരുമ്പോൾ ഇതിനെ ബാക്കിയുള്ള മനുഷ്യരുണ്ട്, അവരുടെ ജീവിതത്തെ പഴയതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ആ സമയം കൊണ്ട് തിരച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇനിയും തിരച്ചിൽ നടന്നിരുന്നത് ഈ പറയുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ. ഞാൻ പറഞ്ഞ വലിയ രീതിയിൽ ഉള്ള ദുരന്തം ഉണ്ടാകുമ്പോഴാണ്. അതെ, ഏത് ദുരന്തം നടന്നാലും ശരി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അപകടങ്ങൾ നടന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നാലേ ഈ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരാര് നോക്കും? അപ്പൊ അത് നോക്കണ്ടേ? അപ്പോൾ അത് പുനഃസ്ഥാപിക്കുക, അല്ലെങ്കിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക, റോഡ് ഗതാഗതം റെഡിയാക്കി എടുക്കുക, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ്റും സന്നദ്ധ പ്രവർത്തകരും പിന്നീട് പോവുകയാണ് പലപ്പോഴും നമ്മൾ കാണുക. കാരണം അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ പക്ഷേ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇത്രയും ദിവസം നടക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇതെന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ ഇടപെട്ട തുടക്കത്തിൽ മാധ്യമങ്ങൾ ഇടപെട്ട ഒരു രീതിയുണ്ട്. ഇങ്ങനെ ഒരാൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, അയാളെ രക്ഷപ്പെടുത്തുന്നില്ല എന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങൾ ആദ്യം ഇടപെട്ടത് വളരെ പോസിറ്റീവായിട്ടാണ്. പക്ഷെ പിന്നീട് അവരതിനെ ആഘോഷമാക്കി മാറ്റി, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാക്കി മാറ്റി. നമ്മളീ പറഞ്ഞ നമ്മൾ ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പോയില്ല. അവിടെ എനിക്ക് തോന്നുന്നു MK രാഘവൻ തുടക്കം മുതലേ അവിടെ പോകും. അത് തുടക്കം മുതലൊന്നുമല്ല, MK രാഘവൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10ാമത്തെ ദിവസമോ 13 ദിവസം കഴിഞ്ഞിട്ട്, എനിക്ക് 2-3 ദിവസത്തിന് മുമ്പാണ് MK രാഘവൻ പോകുന്നത്. അതിനു മുമ്പും പോകണമെന്നില്ല. ഈ പറഞ്ഞ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് വന്ന കാര്യത്തിൽ അതാണ്. ഇവരൊന്നും പോയി അവിടെ ചെന്നിട്ട് ഈ ആൾ കാണിക്കേണ്ട കാര്യമില്ല, ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, അപ്പോൾ ചാനൽ നിൽക്കേണ്ട കാര്യമില്ല. കോർഡിനേറ്റ് ചെയ്യുക. ആ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ MK രാഘവൻ വേണമെങ്കിൽ MP എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചില സംഗതികൾ എങ്ങനെ അവിടെ എത്തിക്കാമെന്നതിനെ കുറിച്ച് ചിന്തിക്കാമായിരുന്നല്ലോ. അദ്ദേഹം അത് ചെയ്തിട്ടില്ലല്ലോ. ഈ ശശീന്ദ്രൻ മന്ത്രി അവിടെ ചെന്ന് വർത്തമാനം പറഞ്ഞല്ലാതെ എന്ത് കാര്യങ്ങൾ ചെയ്തു? അത് ചെയ്യാമായിരുന്നല്ലോ. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ എന്നാൽ, ഇനി വികസനം എന്ന പേരിൽ റോഡ് നിർമ്മിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രദേശത്തിലൂടെ, ഈ മലയും മണ്ണും ഒക്കെ ഉള്ള ആ പ്രദേശത്തുകൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ അത് ദേശീയപാത, നമ്മളിപ്പോൾ ദേശീയപാത ഒരു വലിയ വികസനം ബൂസ്റ്റിംഗ് ആയിട്ട് വരികയാണ് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും, പ്രത്യേകിച്ച് കേരളത്തിലും അതിൻ്റെ ഒരു വലിയൊരിതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം പ്രദേശങ്ങളുടെ റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡ് മണ്ണ് ഇടിച്ചു മാറ്റേണ്ടത് ഏത് രീതിയിലായിരിക്കണമെന്ന് നമ്മളിപ്പോൾ പഠിപ്പിച്ചിരിക്കുന്നു. നമ്മൾ അവിടെ ആ സാങ്കേതിക വശത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. അതേസമയം മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ കറക്റ്റായിട്ട് മണ്ണിൻ്റെ ഘടന പഠിക്കുകയും മണ്ണ് എങ്ങനെയാണെന്ന് പഠിക്കുകയും അതിൻ്റെ ഉറപ്പ് എന്താണെന്ന് പഠിക്കുകയും അത് എങ്ങനെ ചെത്തി നീക്കണമെന്ന് പഠിക്കുകയും അതനുസരിച്ച് ഇതൊന്നും ചെയ്യുന്നില്ല. അതൊന്നും ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഏത് വികസന കാര്യങ്ങൾ നോക്കിയാലും
എടുത്തങ്ങ് വീശുക എന്നുള്ളതാണ്. പക്ഷേ അത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഡീപ്പായിട്ടുള്ള ഒരു പഠനം നടത്തുന്നില്ല. ഈ റോഡ് ഉണ്ടാക്കിയത് അത് അങ്ങനെയാണ്, റോഡ് ഉണ്ടാക്കി കണ്ട വികസനം നമുക്ക് ഇലക്ഷനിൽ എല്ലാം കാണിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഇത്തരം ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതി അത്രയും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ശ്രദ്ധിക്കണം. കൃത്യമായ പഠനം വേണം. മണ്ണ് എങ്ങനെയാ, മണ്ണിന്റെ ഉറപ്പ് എങ്ങനെയാ, മണ്ണിന്റെ പശ അംശം എങ്ങനെ, അപ്പോൾ അതെങ്ങനെയായിരിക്കണം. അവിടെ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എത്ര കാലം കൊണ്ട് അതിൻ്റെ അപ്പുറത്തുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ്, ഈ റോഡ് ഇടിക്കുന്ന മണ്ണിൻ്റെ അല്ലെങ്കിൽ മലയുടെ തൊട്ടപ്പുറത്തുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ്, വെള്ളത്തിൻ്റെ മണ്ണിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ആ മണ്ണിൽ താഴുന്നത് എങ്ങനെയാണ്, അത് എത്ര ദിവസം അവിടെ താഴ്ന്നു നിൽക്കും. അങ്ങനെ താഴ്ന്നു നിന്നാൽ ആ വെള്ളം അവിടെ കെട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ജലബോംബായിട്ട് മാറിയിട്ട് ഈ റോഡും മണ്ണും എല്ലാം കൂടെ ഇടിച്ചു മാറാൻ സാധ്യതയില്ലേ. ഇതൊക്കെ പഠിക്കണമെന്ന്. നമുക്കിപ്പോൾ സാറ്റലൈറ്റുണ്ട്, സംവിധാനങ്ങളുണ്ട്. നമ്മൾ സാറ്റലൈറ്റിൽ വളരെ വിജയിച്ച വലിയൊരു രാജ്യമാണ് നമ്മൾ. മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ ഒരു പക്ഷേ അമേരിക്കക്കാരും എനിക്ക് തോന്നുന്നത് ഈ ISROയുടെ ഈ സാറ്റലൈറ്റ് കാര്യങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രയോജനപ്പെട്ടില്ല എന്ന് തോന്നുന്നു ചിലയിടത്തൊക്കെ. എങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ. ഈ അപകടം ഉണ്ടാകുന്നതിന് 2 മണിക്കൂർ മുമ്പ് ആ സാറ്റലൈറ്റ് ISROയുടെ ആ വഴി കടന്നുപോയി. അപ്പോൾ അത് ചില വിവരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പഠിക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് റോഡ് നിർമ്മിക്കുക, പെട്ടെന്ന് റോഡ് നിർമ്മിക്കുക, വികസനം കൊണ്ടുവന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയുണ്ടല്ലോ നമ്മുടെ പൊളിറ്റിക്സുകാരുടെ, രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ഭരണാധികാരികൾ. അതൊന്ന് മാറിക്കിട്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി വികസനം നടത്തുക, ജനങ്ങളുടെ ജീവൻ നിലനിർത്തണം, ആ റോഡിൽ പോകുന്ന യാത്രക്കാരുടെ ജീവൻ നിലനിൽക്കണം എന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം എന്നതാണ് ഈ ഷിരൂർ സംഭവം രാജ്യത്തോട് വിളിച്ചു പറയുന്നത്. അതെ, അത് മാത്രമല്ല നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരവസ്ഥയും ഇതിനകത്ത് നമുക്ക് ഒത്തിരി അനുഭവ പാഠങ്ങളുണ്ട്. എങ്ങനെ ഒരു ദുരന്തത്തെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്, ദുരന്തത്തെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് പഠിക്കുന്നത് കാര്യം.